السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. اللهم رحمة والصلاة آت محمد وصلته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ,
അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. റജുലുൻ ശദീദ് ബയാദ് സിയാബ്, നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള, അതേപോലെ തന്നെ ശദീദു സവാദി ശഅർ, നല്ല കറുത്ത മുടിയുള്ള, ലാ യുറാ അലൈഹി അഥറ സഫർ, യാത്രയുടെ ഒരു ലക്ഷണവും കാണിക്കാത്ത ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊന്നും അദ്ദേഹത്തിന് പരിചയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്നു. അവിടെ ഇരുന്നു. ഫഅസ്നദ റക്ബതൈഹി ഇലാ റക്ബതൈഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുട്ടിനു നേരെ മുട്ടി ചേർത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. റസൂലുള്ളാഹി മറുപടി കൊടുക്കുന്നു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാം അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു, സദഖ്തു, നീ സത്യം പറഞ്ഞു. സഹാബത്തൊക്കെ ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ വന്ന് പ്രവാചകനോട് ചോദ്യം ചോദിക്കുന്നു, പ്രവാചകൻ ഉത്തരം പറയുന്നു. ഉത്തരം പറയുമ്പോൾ ആ മനുഷ്യൻ ഒക്കെ ശരി എന്ന് പറയുന്നു. വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈമാനിനെ കുറിച്ചും ഇഖ്ലാസിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചുപോയി. അദ്ദേഹം തിരിച്ചുപോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ഉമറിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, യാ ഉമർ അത്തദ്രീ മനിസ് സാഇൽ, ആരാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുന്നു, ഫഇന്നഹു ജിബ്രീൽ, അത് മലക്കുകൾ റൂഹുൽ അമീൻ എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ രൂപത്തിൽ വന്നതാണ്. ഫഇന്നഹു ജിബ്രീൽ, അദ്ദേഹം വന്നത് എന്തിനാണെന്ന് അറിയുമോ നിങ്ങൾ? ആതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങൾക്ക് ദീനി പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ഈ ഒരു വാചകം, ഈ ഒരു സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്, ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ആരെങ്കിലും ചേർന്നുണ്ടാക്കിയ സംഗതിയല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും രീതി നമ്മൾ സ്വീകരിക്കുന്നത് ആരെയെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച തത്വചിന്തകളല്ല. നേരെ മറിച്ച് അത് വഹയിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ വന്നതാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കത് മറന്നുപോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മദ്രസയിൽ നിന്നും പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിർവഹിക്കുന്ന അതിനെ അത്രയേറെ ഗൗരവത്തോടുകൂടി സമീപിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പലതും ഒഴിവാക്കിയാൽ നമുക്ക് സങ്കടമുണ്ടാകാറില്ല. എന്നാൽ ഈ ഒരു കാര്യത്തെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ, മുഹമ്മദ് നബിയിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ചെറിയ കാര്യമല്ല, ചെറിയ ആളിലൂടെയല്ല അത് വന്നിരിക്കുന്നത്. സത്താമായ റബ്ബിന്റെ അധ്യാപനങ്ങളാണത്. ആ ഒരു ഗൗരവം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കലുള്ള മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ കർമ്മങ്ങളെയും ആ ഇസ്ലാമിന്റെ വിശ്വാസത്തിനെയും ആ ഇസ്ലാമിന്റെ സംസ്കാരത്തിനെയും പൂർണ്ണമായും മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആകുന്നത്. മുസ്ലിം എന്ന വാക്കിനർത്ഥം നമുക്കറിയാം, പരിപൂർണമായും കീഴൊതുങ്ങണം.
ഏതിലേക്ക് കീഴൊതുങ്ങണം? അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്കും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിലേക്കും കീഴൊതുങ്ങണം. പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് കീഴൊതുങ്ങണം. അപ്പോഴാണ് ഞാനൊരു മുസ്ലിം എന്ന് പറയുക. അല്ലെങ്കിൽ ആധാറിലോ വേറെ ഏതെങ്കിലും രേഖയിൽ മുസ്ലിം മാപ്പള എന്ന് എഴുതി വെച്ചത് കൊണ്ട് മുസ്ലിം ആവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ കീഴൊതുങ്ങണം, അള്ളാഹുവിന്റെ കൽപ്പനക്ക് നീ കീഴൊതുങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, പരിപൂർണമായും കീഴൊതുങ്ങിയിരിക്കുന്നു. ആ കീഴ്പ്പെടലാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത്. പൂർണ്ണമായുമുള്ള കീഴ്പ്പെടലാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമാകുന്നത്. ആ കീഴ്പ്പെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം അത് പൂർത്തീകരിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗം നേടുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. സൂറത്തു ബഖറയിലെ 112ാമത്തെ വാചകത്തിലുള്ള അല്ലാഹു പറയുന്നുണ്ട്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും സൽക്കർമ്മകാരിയായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത്തരക്കാർക്കാണ് എന്തുള്ളത്? അത്തരക്കാർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലമുള്ളത്. അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏതൊരു ഖുതുബയുടെയും ഏതൊരു പ്രഭാഷണത്തിന്റെയും ആരംഭത്തിൽ ഓതുന്ന 3 ആയത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ആ ആയത്ത് പ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവന്റെ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം, അവൻ പഠിപ്പിച്ചിരിക്കുന്ന അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവും അവന്റെ റസൂലും കാണിച്ചു തരാത്തൊരു മാർഗത്തിനോട് മുഹബ്ബത്തുള്ള രൂപത്തിൽ, അതിനോട് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ എന്റെ കർമ്മങ്ങളും എന്റെ പ്രവർത്തനങ്ങളും എന്റെ സമ്പാദനങ്ങളും എന്റെ സ്വഭാവവും എല്ലാം അള്ളാഹുവും അവന്റെ പ്രവാചകന്റെയും അധ്യാപനങ്ങൾക്ക് അനുസരിച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധ്യമാവുമോ എന്ന ചോദ്യം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ വേണ്ടിയിട്ട് മറ്റു പലതും മാറ്റിവെക്കേണ്ടി വരുമ്പോൾ പല നഷ്ടങ്ങളും ഉണ്ടാകും, പല സൗകര്യങ്ങളും തടയപ്പെടും, പലയിടത്തും അപമാനിക്കപ്പെടും, പലയിടത്തും അരികുവൽക്കരിക്കപ്പെടും, പലയിടത്തും അകറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിൽ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒരു മുസ്ലിമായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്താൽ, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം, ഞാൻ ഒറ്റക്കല്ലുള്ളൂ, അതുകൊണ്ട് താൽക്കാലികമായി നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചില്ല. അസ്ലിം, ഞാനൊരു മുസ്ലിം, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാണ്, ഞാനൊരു മുസ്ലിമാണെന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബിക്ക് ഒരു മകനെ കിട്ടി, വാർദ്ധക്യത്തിലാണ് കിട്ടിയത്. ആ മകനെ അറുക്കണമെന്ന കൽപ്പനയുണ്ടാകുമ്പോ യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ ആ കർമ്മത്തിൽ തയ്യാറാകാൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചതെന്താ? നമ്മളൊക്കെ മക്കളുണ്ടല്ലോ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നവരെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മൾ എത്ര വേദന സഹിച്ചാലും നമ്മൾ പുഞ്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെ മുഖം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രയാസത്തിലും വിഷമത്തിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് മാതാപിതാക്കൾ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയുമോ നിങ്ങൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിയത്, ഈ ദുനിയാവിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ മകനേക്കാൾ എനിക്ക് വേണ്ടത് സ്വർഗമാണ്. അള്ളാഹു മുസ്ലിം ആവുക എന്ന് പറയുന്ന, കീഴൊതുങ്ങുക എന്ന് പറയുന്ന ആ കൽപ്പനയെ എനിക്ക് എന്റെ മകനെ തന്ന, എനിക്ക് എന്റെ ആരോഗ്യം തന്ന ആ സത്താവിനെ അനുസരിക്കലാണ് എന്റെ ബാധ്യത എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധ്യമാകുന്നത്. ഹിജ്റയുടെ ചരിത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സമ്പത്ത് വിട്ടുകൊണ്ട്, അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും വിട്ടുകൊണ്ട് സുഹൈബ് റൂമി മദീനയിലേക്ക് പോയത് എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധ്യമാകും.
ജന്മം നൽകിയ മാതാപിതാക്കളെ വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയവരുണ്ട്. ജീവിതത്തിന്റെ പാതിയെ ജീവൻ കൊടുത്തിരിക്കുന്ന മക്കളെ ഉപേക്ഷിച്ചു പോയവരുണ്ട്. അതിന്റെ പിന്നിലൊക്കെയുള്ള ഒരേ ഒരു വിചാരം എന്ന് പറയുന്നത്, ഒരേ ഒരു പ്രേരണ എന്ന് പറയുന്നത് അത് മുസ്ലിം ആവുക എന്ന് പറയുന്നതാണ്. ഇസ്ലാം അള്ളാഹുവിന് കീഴടങ്ങുന്നവരാകുക എന്നുള്ള ആ കൽപ്പനയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ബിലാൽ ഇബ്നു റബാഹയും അതേപോലെ ഹബ്ബാബ് ഇബ്നുൽ അറത്തുൽ തമീമിയും എല്ലാം തങ്ങളുടെ യജമാനിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അടിമകളായിരുന്നു. അവരുടെ യജമാനന്മാർക്ക് അവർ എന്തു വേണമെങ്കിലും ചെയ്യാം, കൊന്നുകളയാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ തന്റെ വിശ്വാസം, അദ്ദേഹം ഒരു മുസ്ലിമായപ്പോൾ, പൂർണ്ണമായും അല്ലാഹുവിലേക്ക് കീഴടങ്ങിയപ്പോ തന്റെ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റമുണ്ടാക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഹബ്ബാബ് ഇബ്നു അറത്തിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇറച്ചി മുഴുവനും എടുക്കുന്ന രൂപത്തിൽ ഇരുമ്പ് കൊണ്ട് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവനും ഇറച്ചികൾ നഷ്ടപ്പെട്ടു പോയത്. ബിലാൽ ഇബ്നു റബാഹയെ കുറിച്ച് നമുക്കറിയാവുന്നു. മരുഭൂമിയിൽ അദ്ദേഹത്തിനെ പകുതി വസ്ത്രം ധരിക്കുന്ന അവസ്ഥയിൽ കിടത്തിയിട്ട് നെഞ്ചിൽ കല്ലുകൾ വെച്ചുകൊണ്ട് അവിടെയുള്ള വികൃതി കുട്ടികൾക്ക് മരുഭൂമിയിലൂടെ വലിച്ചു നടക്കുവാൻ വേണ്ടി, അവർക്ക് കളിച്ചു നടക്കുവാൻ വേണ്ടി ബിലാലിനെ കൊണ്ടുപോയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിന്നത് ഞാനൊരു മുസ്ലിമാണെന്ന ബോധ്യമായിരുന്നു. ജീവിതത്തില് എന്തു തന്നെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, എന്തു തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞാനൊരു മുസ്ലിമാണ്. അത് ഏതെങ്കിലും ക്യാമ്പസുകളിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടോ, ഏതെങ്കിലും സമൂഹത്തിന്റെ കൂടെ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ മാറ്റിവെക്കേണ്ട ഒരു വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. ഒരു മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, അതേപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് മുസ്ലിം എന്ന് പറയുന്ന ഇസ്സത്തുള്ള ആ നാമത്തിന്, ആ ഇസ്സത്തുള്ള വ്യക്തിത്വത്തിനെ നഷ്ടപ്പെടുത്തുന്ന വിവരദോഷികളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ആലോചിച്ച് നോക്കൂ, നമ്മൾ കമ്പനി കൂടി ഒരു യാത്ര പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ മാറ്റിവെക്കുന്നു, ഹറാമുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകുന്നു. നമ്മൾ അങ്ങനെ കൂടികളായി ജീവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളുണ്ട്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം പല വിധത്തിലുമുള്ള തോന്നിവാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതാണ്, മറ്റു മതവിഭാഗക്കാരുടെ ശിർക്കൻ വിശ്വാസങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒന്നാമത്തെ സഫിലുള്ളത് മുസ്ലിം നാമധാരികളാണ്. എന്തേ കാരണം മുസ്ലിമാണെന്ന ബോധമില്ലാത്തത് കൊണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവന് മാത്രമേ കീഴടങ്ങുവാൻ പാടുള്ളൂ, ഈ ഒരു വിശ്വാസത്തിന്റെ ഹൃദയത്തിലേക്ക് എടുക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് കേട്ടോ, നിങ്ങളാരും കൂടികളാകാൻ പാടില്ല, നിങ്ങളാരും കൂടികളാകുവാൻ പാടില്ല. ഖാലു, സഹാബത്ത് പ്രവാചകനോട് ചോദിക്കുന്നു, വമൽ ഇമ്മാ യാ അബ്ദുൽ റഹ്മാൻ, എന്താണ് ഇമ്മാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. യഖൂൽ, അദ്ദേഹം പറയുകയാണ്, യഖൂലു, ഈ ഇമ്മാത്തുകളായ ആളുകൾ പറയും, ഇന്നമാ അന മഅൻ നാസ്, ഞാൻ ജനങ്ങളുടെ കൂടെയാണ്, എന്റെ കൂടെ ആരാണ് ഉള്ളത് അവരുടെ കൂടെയാണ് ഞാൻ ഉള്ളത്. അവർ സന്മാർഗത്തിലാണ് എങ്കിൽ, അവർ നല്ല രൂപത്തിലാണെങ്കിൽ ഞാനും നല്ല രൂപത്തിലാണ്. അവർ കാണിക്കുന്നത് തോന്നിവാസമാണെങ്കിൽ, അവർ കാണിക്കുന്നത് പ്രവാചക അധ്യാപനങ്ങൾക്കും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും വിരുദ്ധമായ കാര്യമാണെങ്കിൽ ഞാൻ അവരുടെ കൂടെയാണ്. അതാണ് ഇമ്മാത്ത് എന്ന് പറഞ്ഞാൽ. ആ ഇമ്മാത്തുകൾ നിങ്ങൾ ആവരുത്. ആളുകളെ കൂടത്തിനനുസരിച്ച്, ആളുകളൊപ്പമുള്ളതിന്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് സംസ്കാരം മാറുന്നവരാകാൻ പാടില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, പല സഹോദരിമാരും പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച്, മുഖമക്കനയും പർദ്ദയും ധരിച്ച് വൃത്തിയായി വരുമ്പോൾ, അതേ ആളുകൾ കല്യാണത്തിന് പോകുമ്പോൾ വേറെ ഒരു രൂപത്തിൽ ഇസ്ലാമിന്റെ വേഷത്തിന് വിരുദ്ധമായ വേഷം ധരിക്കുന്ന ഇമ്മാത്തുകൾ, കൂടക്കൂടികൾ എവിടേക്കാണ് പോകുന്നത്? അവരുടെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് വേഷം കെട്ടുന്നവർ, ആണിനും പെണ്ണിനും ഈ രൂപം സ്വീകരിക്കുന്നവരുണ്ട്.
ആണിലും പെണ്ണിലും ഈ രൂപം സ്വീകരിക്കുന്നവരുണ്ട്. കൂട്ടുകാരെ കൂടെ കൂടുമ്പോ ഇസ്ലാമിന്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും വിമുഖത കാണിക്കുന്നവരുണ്ട്. തക്കം കിട്ടിയാൽ, അവസരം കിട്ടുന്നിടത്ത് ഇസ്ലാമിന്റെ നിയമങ്ങളെ മോശമാണെന്ന് പറയുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച, മുസ്ലിം നാമത്തിൽ OBC എന്ന കാറ്റഗറിയിലെ അവകാശങ്ങൾ വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന പലരുമുണ്ട്. ഒരു പക്ഷേ വെള്ളിയാഴ്ചയിലും ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പള്ളികളിലും അവർ വന്നിരിക്കും. പക്ഷേ ആ വന്നിരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇസ്ലാം എന്താണെന്നോ, മുസ്ലിം എന്താണെന്നോ, അതിന്റെ ഇസ്സത്ത് എന്താണെന്നോ, അതിന്റെ ഗൗരവം എന്താണെന്നോ, അതിന്റെ ലാഭം എന്താണെന്നോ അതിൻ്റെതെന്ന ഓർമ്മയില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. ഗൗരവമുള്ളതാണ്. ഇമ്മാറ്റുകളാകുന്ന, കൂടികളാകുന്നവർ നമ്മൾ ആവാൻ പാടില്ല. പ്രിയമുള്ളവരോട് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. യഅതി സമാനുൻ അലാ ഉമ്മതി, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽ ഖാബിലു അലാ ദീനിഹി കൽ ഖാബിലു അലാ ജംറത്തിൻ മിനൻ നാർ. ദീൻ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കൽപ്പനകളെയും പ്രവാചകന്റെ കൽപ്പനകളെയും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തീയുടെ കല്ല് പിടിക്കുന്നത് പോലെയാണ്. പ്രയാസമാണ്. നോക്കൂ, നിങ്ങൾ ഒരു കല്യാണ വീട്ടിൽ പല ആളുകളും വ്യത്യസ്തമായ തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ചു പോകുമ്പോ, ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചു പോകുമ്പോൾ സഹോദരിക്ക് സങ്കടമാകുന്നു, പ്രയാസമാകുന്നു. ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. അഭിമാനം കൊള്ളണം. ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ധരിച്ചിരിക്കുന്ന വേഷം എന്ന് പറയുന്നത്, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിലപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ, പ്രവാചകനിലൂടെ എന്നെ പഠിപ്പിച്ച കാര്യമാണത്. നോക്കൂ, നമ്മൾ പറയാറില്ലേ, എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറില്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്ക് സകലവിധ അനുഗ്രഹങ്ങളും നൽകിയ സത്താവിന്റെ വാചകങ്ങളെ, സത്താവിന്റെ ഉപദേശങ്ങളെ, സത്താവിന്റെ നിർദ്ദേശങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നതിൽ നമ്മൾ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട്? അത് വലിയ ഇഷ്ടമുള്ള കാര്യമായി സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കാത്തത് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരു തീക്കനൽ കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ മാത്രമേ ഈ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു കാലമാണിത്, സംശയമൊന്നും വേണ്ട. പ്രിയപ്പെട്ട മക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കലാലയങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ, സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു മുസ്ലിമായി മുസ്ലിമിന്റെ ആശയവും മുസ്ലിമിന്റെ സംസ്കാരവും മുസ്ലിമിന്റെ സ്വഭാവവും മുറുകെ പിടിക്കാൻ പറഞ്ഞ പ്രയാസമാണ്. കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോ കുറച്ച് വെള്ളം അടിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഹറാമായ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിൽ, നീ ആരടാ എന്ന് ചോദിക്കുന്നവൻ, നീ ഏത് കാലത്താ ജീവിക്കുമെന്ന് ചോദിക്കുന്നവൻ, അവരെ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അത്യാവശ്യം ബോധമുള്ളവനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഹറാമുകൾ ചെയ്തു കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായത് ചെയ്തുകൊണ്ട് ഞാനാണ് ഇവിടെയുള്ള വലിയ ബുദ്ധിയുള്ളവരെന്ന് കാണിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. സഹാബത്തിനോട് പറയാണ്, നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന്റെ 50 ഇരട്ടി പ്രതിഫലം ആ കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ പ്രതിഫലമുണ്ട്. സ്വഹാബത്തിന് ലഭ്യമായതിന്റെ 50 ഇരട്ടി പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമായാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മലവെള്ളപ്പാച്ചിലെ ചപ്പു ചവറുകളെ പോലെ നിങ്ങൾ ആയിത്തീരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിരിക്കുന്ന മറ്റൊരു വാചകമാണ്, അവസാന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് നേരെ വിശന്നിരിക്കുമ്പോ കൊണ്ടുവച്ച ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ തിരക്ക് കൂട്ടി കൈകൾ ഇടുന്നത് പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിം ഉമ്മത്തിന് നേരെ ശത്രുക്കൾ പല വിധത്തിലുമുള്ള കുതന്ത്രങ്ങളുമായി കടന്നു വരും. കാണുന്നു നമ്മൾ കണ്ണുകൾ കൊണ്ട്, കേൾക്കുന്നു നമ്മൾ നമ്മുടെ ചെവിടിൽ കൊണ്ട്, കാതുകൊണ്ട് നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിം ഉമ്മത്തിനു നേരെ ആളുകൾ പല വിധത്തിലുമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരു കാലം ഉണ്ടോ നിനക്ക് വരാൻ? അപ്പൊ സഹാബത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ,
അന്ന് ഞങ്ങൾ കുറച്ചാളുകളാണ് എന്നുള്ളത് കൊണ്ടാണോ ഞങ്ങളെ എല്ലാവരും കൂടി ഇട്ടിട്ട് പ്രയാസപ്പെടുത്തുന്നത്? ഞങ്ങളെ എല്ലാവരെയും മുസ്ലിങ്ങൾ കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉത്തരം ഇല്ല, നിങ്ങൾ കുറവല്ല, നിങ്ങൾ ജനസംഖ്യയിൽ മുമ്പിലേക്കെത്തും. ധാരാളമുണ്ട് നിങ്ങൾ, പക്ഷേ പുഴയിലൂടെ ഒഴുകുന്ന ചണ്ടികളെ ചവറുകളെ പോലെ ഒന്നിനും പറ്റാത്തവർ, യാതൊരു ഈമാനും ഇല്ലാത്ത മനുഷ്യന്മാർ, ചെറിയൊരു പ്രശ്നങ്ങളെ പോലും അഭിമുഖീകരിക്കുവാൻ സാധ്യമല്ലാത്തവർ. സ്വഹാബത്തിന്റെ ത്യാഗോജലമായ ചരിത്രങ്ങൾ കേട്ടിട്ടും അവരുടെ ജീവിതത്തിൽ അവർ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചതിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ പരിഹാസത്തിനെ പോലും സ്വീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്കനുസരിച്ചുകൊണ്ട് വേഷം കെട്ടുന്നവരായി നമ്മൾ മാറുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരുന്നതിനോട് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്ന സാഹചര്യം എന്ന് കൂടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ കുറിച്ച് ശത്രുക്കൾക്കുള്ള ആ ഭയമുണ്ടല്ലോ, ആ ഭയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വഹൻ അധികരിച്ചിട്ടുണ്ട്, അത് വഹൻ നിറച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശത്രുക്കൾ നിങ്ങളുടെ മെക്കിട്ട് കയറുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ വമൽ വഹൻ, എന്താണ് വഹൻ എന്ന് പറയുന്നത്? എന്താണ് വഹൻ എന്ന് പറയുന്നത്? ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ തിരിയാൻ ഉള്ളൊരു കാരണമായി പഠിപ്പിക്കപ്പെട്ട വഹൻ എന്താണെന്ന് റസൂൽ പറയുന്നു. ദുനിയാവിനോടുള്ള സ്നേഹമാണ്, മരണത്തിനോടുള്ള വെറുപ്പുമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ദുനിയാവിനെയാണ്, ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഈ വഹൻ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാലത്തോളം ഒരിക്കലും അല്ലാഹുവിന്റെ സഹായം നമ്മളിലേക്ക് എത്തപ്പെടുകയില്ല. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിലും അവരുടെ ആക്രമണങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോകും. പലരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നു. നിഅമത്തുകൾ കിട്ടിയപ്പോൾ ആ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാതെ വൃത്തികെട്ട ജീവിതം നയിച്ചവരുണ്ടായിരുന്നു. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഏറെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. പരിപൂർണമായ ഒരു മുസ്ലിമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം അതിൻ്റെ നിയമങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങളിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. പല ആളുകളും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടെല്ലാം പല വിധത്തിലുമുള്ള കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ നമുക്കുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനെ, നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അറിയുക, നമ്മൾ പരിശുദ്ധ ഖുർആൻ 86-ാം അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ രഹസ്യങ്ങൾ പരിശോധിക്കുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന, ഒരു കാര്യവും മറഞ്ഞു പോകാത്ത ഒരു ദിനത്തിന് നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യത്തിൽ ഓർമ്മപ്പെടുത്തിയ വാചകം കൂടി ഓർമ്മപ്പെടുത്താം. ഈ ദുനിയാവെന്ന് പറയുന്നത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ദുനിയാവെന്ന് പറയുന്നത് അതുമാത്രമാണ്. എന്നും നിലനിൽക്കുന്നത്, ജീവസുറ്റത് ആഖിറത്താകുന്നു, മരണശേഷമുള്ള ജീവിതമാകുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതേ ആശയത്തിലുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധ്യമാകും. ദുനിയാവിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിരിക്കുന്ന വില എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരു ചത്ത ആടിന്റെ വില പോലും ഇല്ല. വൈകല്യമുള്ള ഒരു ചത്ത ആടിന്റെ വില പോലും അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിന് കൊടുത്തിട്ടില്ല. വിശാലമായി കിടക്കുന്ന സാഗരത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് പോലും സമാനമല്ല ദുനിയാവെന്ന് പറഞ്ഞാൽ. അത്രയും പോലും ഇല്ലാത്ത ദുനിയാവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന,
ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കല്ലേ. ദുനിയാവിനെ വലിയ ലക്ഷ്യമാക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ കൈവിടുന്നത്. സമ്പത്ത് കുറെ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഹലാലോ ഹറാമോ നമ്മൾ നോക്കുകയില്ല. ആസ്വദിക്കണം, ജീവിതത്തെ ആസ്വദിക്കണമെന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും ദീനിന്റെ നിയമങ്ങൾ നമ്മൾ മറന്നു കളയും, ദീനിന്റെ നിയമങ്ങൾ നമ്മൾ മാറ്റിവെക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഗൗരവത്തോടു കൂടി തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കച്ചവടമായാലും, വിവാഹ മേഖലയിലാണെങ്കിലും, സാമ്പത്തികമായ മേഖലയിലാണെങ്കിലും, സാമൂഹികമായ ബന്ധങ്ങളിലാണെങ്കിലും, എല്ലാത്തിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും എല്ലാം പിൻപറ്റിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തിനാണ് പല ആളുകളും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, സൂറത്തുൽ അഅലയിലെ 2 വാചകങ്ങളാണ്. ഇത് നമ്മൾ വായിക്കണം, ഇതിന്റെ ആശയം നമ്മൾ വായിക്കണം. ഇത് എല്ലാ സമയവും എല്ലാ ദിവസത്തിലും നമ്മൾ ഓർമ്മയിൽ വേണം. ആഖിറത്താണ് ബാക്കിയാകുന്നത്, അല്ലാതെ ദുനിയാവിലെ എന്ന് പറയുന്നത് അത് എന്നും നശിച്ചു പോകാം, ഏത് സന്ദർഭത്തിലും നശിച്ചു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പരിപൂർണമായ ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുടെ നാദം അവർക്കെല്ലാം ഈ ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതേപോലെ നമുക്കൊക്കെ അറിയുന്നത് പോലെ പുളിയക്കാടി അബൂബക്കർ സാഹിബ് ബിലാൽ മസ്ജിദില് ഒരുപാട് കാലം നേതൃത്വം കൊടുത്ത് അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അള്ളാഹുവെ, അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഏറ്റവും നല്ലതേതാണ് അതിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേർക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഗസയിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ അനുജന്മാർ, ഞങ്ങളുടെ മക്കൾ വലിയ പ്രയാസത്തിൽ തന്നെയാണുള്ളത്. ഈ സന്ദർഭത്തിലും ഏറ്റവും ദുർബലമായി ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭ്യമല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവർക്ക് നേരെ അതിക്രമങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തമ്മാടികളായിരിക്കുന്ന വർഗത്തിനെ അള്ളാഹുവേ, നീ അർഹമായത് നീ കൊടുക്കണമേ റഹ്മാനെ. അർഹമായത് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് ആശ്വാസവും സമാധാനവും നിർഭയത്വവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട് ആ പ്രയാസം അനുഭവിക്കുന്നവർ മുസ്ലിമാണ് എന്നുള്ളത് അതുകൊണ്ട് അവർക്കും ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഒരു മുസ്ലിമായി പൂർണ്ണമായും നിനക്ക് കീഴൊതുങ്ങുന്നവനായി ദുനിയാവിന് ഒന്നും അതിന് തടസ്സമാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു മാഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم انصر من نصر الدين، اللهم انصر من نصر الدين، وانصر عبادك الموحدين، وانصر عبادك الموحدين. اللهم اصلح احوالنا واحوال المسلمين في كل مكان. اللهم اصلح حال اخواننا في فلسطين، اللهم اصلح حال اخواننا في فلسطين. انتصر لهم من اليهود المحتلين الغاصبين. اللهم انصر اخوان المجاهدين في فلسطين. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله وصحبه اجمعين، والحمد لله رب العالمين.